ഏറ്റവും കൂടുതൽ ഹൈപ്പുള്ള ചിത്രങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ കളക്ഷൻ ആദ്യ ദിനം നേടാൻ സാധിക്കുന്നത്. അങ്ങനെ ഹൈപ്പുള്ള ചിത്രങ്ങൾക്ക് പോസിറ്റീവ് റെസ്പോൺസ് കൂടി കിട്ടിയാലോ പിന്നെ പറയേണ്ടതില്ലല്ലോ. ഏറ്റവും വലിയ കളക്ഷൻ ആയിരിക്കും അതിനെ കാത്തിരിക്കുന്നതും. ആ പോസിറ്റീവ് റെസ്പോൺസ് കിട്ടാനാണ് ഏറ്റവും വലിയ പാടും. അങ്ങനെയുള്ള സിനിമകൾ കുറവാണ് സംഭവിച്ചിട്ടുള്ളത്. ഇപ്പോഴിതാ അങ്ങനെ ഒരു ചിത്രം നമുക്ക് മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്, പുഷ്പ 2 എന്ന ചിത്രം. എന്നാൽ പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിയില്ല എന്നതാണ് കേരള ബോക്സ് ഓഫീസ് നോക്കുമ്പോൾ മനസ്സിലാകുന്നത്. കാരണം അത് കളക്ഷനിൽ വ്യക്തമായി കാണിക്കുന്നതുമുണ്ട്. ആദ്യ ദിനം പുഷ്പ എന്ന ചിത്രത്തിന്റെ ഹൈപ്പിൽ തന്നെ പുഷ്പ എന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗം ഗംഭീര കളക്ഷൻ നേടിയിരുന്നു. ആദ്യ ദിനം 6.35 കോടിയാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം നേടിയത്. അടുത്ത ദിവസം എത്തിയപ്പോഴേക്കും 2.25 കോടിയായി ചിത്രത്തിന്റെ കളക്ഷൻ കുറയുകയും ചെയ്തു. അപ്പോൾ തന്നെ മനസ്സിലാക്കാമല്ലോ ചിത്രത്തിന് അത്ര നല്ല റെസ്പോൺസ് അല്ല കിട്ടിയത് എന്നത്. കൂടാതെ ഒരു അവധി ദിവസവും കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴേക്കും കളക്ഷനിൽ ഇടിവാണ് സംഭവിച്ചത്. നമ്മുടെ മലയാളം ഇൻഡസ്ട്രി എടുത്ത് നോക്കിയാൽ ഏറ്റവും കൂടുതൽ ഹൈപ്പ് കിട്ടുന്നത് മോഹൻലാൽ സിനിമകൾക്കാണ്. അത് കഴിഞ്ഞേ ഉള്ളൂ ബാക്കി എല്ലാ താരങ്ങൾക്കും എന്നത് വ്യക്തമാണ്. കാരണം അദ്ദേഹത്തിന്റെ സിനിമകൾക്ക് ഹൈപ്പ് കിട്ടിയപ്പോൾ ആദ്യ ദിവസം കിട്ടിയ കളക്ഷനുകൾ അത് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് ആദ്യ ദിനം ഏറ്റവും കൂടുതൽ കളക്ഷൻ കേരള ബോക്സ് ഓഫീസിൽ നേടിയ 10 ചിത്രങ്ങളെ കുറിച്ച് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഒരു മോഹൻലാൽ ചിത്രത്തിന് ഹൈപ്പ് കിട്ടിയാൽ എന്തായിരിക്കും സംഭവിക്കുക? ഹൈപ്പ് കിട്ടേണ്ട കാര്യങ്ങൾ തന്നെയാണ് മോഹൻലാൽ ഇന്നേ ദിവസം നമുക്ക് മുന്നിലേക്ക് കിട്ടിയ വാർത്തകളിൽ നിന്നും സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം മോഹൻലാൽ മുംബൈയിലേക്ക് പോയിരുന്നു എന്നുള്ള വാർത്തകൾ അറിയിച്ചുകൊണ്ടാണ് മോഹൻലാൽ ഫാൻ പേജുകൾ എത്തിയത്. മോഹൻലാൽ മുംബൈയിൽ എത്തിയത് എന്തിനാണ് എന്ന് ചോദിച്ചപ്പോൾ ഋഷഭ എന്ന ചിത്രത്തിന്റെ മോഹൻലാലിന്റെ പോർഷൻ തീർക്കാൻ വേണ്ടിയാണ് അദ്ദേഹം മുംബൈയിലേക്ക് വന്നത് എന്ന രീതിയിലാണ് റിപ്പോർട്ടുകൾ വന്നത്. എന്നാൽ അതിനൊപ്പം തന്നെ മോഹൻലാൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ പ്രൊഡക്ഷൻ ഹൗസായ YRF സ്റ്റുഡിയോസിൽ ഒരു ഡിസ്കഷന് ശേഷം ഇറങ്ങി വരുന്നത് കണ്ടു എന്നതാണ് വലിയ വാർത്തയായത്. പാപ്പരാസികൾ മുംബൈയിൽ നിന്നും ഇത് ഷൂട്ട് ചെയ്ത് പുറത്തു കൊണ്ടുവന്നപ്പോഴാണ് മോഹൻലാൽ YRF സ്റ്റുഡിയോസിൽ നിന്നും ഇറങ്ങി വരുന്നത് കണ്ടത്. യശ്രാജ് ഫിലിംസുമായി ചർച്ചകൾ നടത്തിയെങ്കിൽ അതൊരു പുതിയ ചിത്രത്തിന് വേണ്ടി ആയിരിക്കും എന്നാണ് കരുതാൻ എന്ന രീതിയിൽ സംസാരിക്കുകയും ചെയ്തു. മോഹൻലാൽ മാത്രമായിരുന്നു ചർച്ചകൾക്ക് എത്തിയത് എന്നതാണ് മറ്റൊരു അത്ഭുതം. മറ്റേതെങ്കിലും മലയാള സിനിമയുടെ കാര്യമായിരുന്നെങ്കിൽ മോഹൻലാലിനൊപ്പം മറ്റ് ആൾക്കാരും കണ്ടേനെ. ഇത് മോഹൻലാൽ മാത്രം എത്തിയെങ്കിൽ ഋഷഭ എന്ന സിനിമയെക്കുറിച്ച് സംസാരിക്കാനോ മറ്റേതെങ്കിലും കാര്യങ്ങളായിരിക്കും എന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരികയാണ്. YRF സ്റ്റുഡിയോസിൽ മോഹൻലാൽ എത്തിയത് എന്തിനാണെന്നുള്ള ചർച്ചകളാണ് നടക്കുന്നത്. YRFന്റെ ബാനറിൽ എത്തുന്ന ഏതെങ്കിലും പുതിയ സിനിമയിലേക്ക് മോഹൻലാൽ വരുന്നു, അതോ മറ്റേതെങ്കിലും ഗംഭീര സിനിമകളെ കുറിച്ച് സംസാരിക്കാനാണോ? ഇതൊക്കെ വരുമ്പോൾ തന്നെ മോഹൻലാൽ സിനിമകളുടെ ഹൈപ്പ് കൂടുകയാണ്. ഈ ഹൈപ്പ് കൂടുമ്പോൾ ബോക്സ് ഓഫീസിലാണ് അത് റിഫ്ലക്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് ബോക്സ് ഓഫീസ് കളക്ഷൻ നമ്മൾ ശ്രദ്ധിക്കുന്നതും. ഋഷഭ എന്ന സിനിമ വലിയ ഹൈപ്പോടുകൂടി വരാൻ സാധ്യതയുണ്ട്. കാരണം പാൻ ഇന്ത്യൻ ചിത്രം എന്ന രീതിയിൽ മോഹൻലാലിന്റെ ഒരു പ്യുവർ പാൻ ഇന്ത്യൻ ചിത്രം തന്നെയാണ് ഋഷഭ. YRF സ്റ്റുഡിയോസിന്റെ റിലീസൊക്കെ ചിലപ്പം ഇതിന് പിന്നിൽ ഉണ്ടായേക്കാൻ സാധ്യതയുണ്ട്. മോളിവുഡിലും അത് ബോക്സ് ഓഫീസിൽ പ്രകടനം ഉണ്ടാക്കും. അപ്പോഴാണ് ബോക്സ് ഓഫീസിൽ ഏറ്റവും ഹൈപ്പ് ഉള്ള ചിത്രങ്ങൾക്ക് ആദ്യ ദിനം ലഭിച്ച കളക്ഷനുകൾ എടുത്തു പറയുന്നത്. ഒരു മോഹൻലാലും മമ്മൂട്ടിയും ഇല്ലായിരുന്നെങ്കിൽ ബോക്സ് ഓഫീസിൽ അന്യഭാഷയിലുള്ള നടന്മാർ കയറി വിളയാടിയേനെ എന്നതാണ് ആ 10 സിനിമകളുടെ റിപ്പോർട്ട് എടുക്കുമ്പോൾ മനസ്സിലാകുന്നത്. മോഹൻലാലും മമ്മൂട്ടിയും മാത്രമേ ഉള്ളൂ ഈ 10 സ്ഥാനങ്ങളിൽ ഉള്ള മലയാള നടന്മാർ. ബാക്കിയെല്ലാം അന്യഭാഷക്കാരാണ് എന്നതും ഞെട്ടിപ്പിക്കുന്നു. ആദ്യം തന്നെ എത്തിയിരിക്കുന്നത് മലയാളികളുടെ തന്നെ സ്വന്തം എന്ന് വിശേഷിപ്പിക്കാവുന്ന തളപതി തന്നെയാണ്. തളപതി വിജയ് ലിയോ എന്ന ചിത്രത്തിൽ എത്തിയപ്പോൾ 12 കോടിയാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്നും ആദ്യ ദിനം സ്വന്തമാക്കിയത്. അതിന് പല കാരണങ്ങളുണ്ട്. കാരണം ലിയോ എന്ന ചിത്രം ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുന്നു. കൂടാതെ LCUവിന്റെ പാർട്ടാണോ തുടങ്ങിയ മറ്റ് ചില ഗംഭീര ഹൈപ്പുകൾ ആ ചിത്രത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയൊരു കളക്ഷൻ ലഭിക്കാൻ കാരണം. തൊട്ടു പിന്നാലെ എത്തിയത് KGF ചാപ്റ്റർ 2 എന്ന യശ് നായകനായ ചിത്രമാണ്. KGFന്റെ ഓളം അത്രയ്ക്ക് വലുതായിരുന്നല്ലോ. അപ്പോൾ ചാപ്റ്റർ 2 വരുമ്പോൾ പറയേണ്ട കാര്യമില്ല. 7.30 കോടിയാണ് ലഭിച്ചത്. മൂന്നാം സ്ഥാനത്ത് ഒടിയനാണ്. ഒരു ഹർത്താൽ ദിനത്തിൽ എത്തി ഏറ്റവും വലിയ ഹൈപ്പുള്ള ചിത്രം എന്ന രീതിയിൽ നമുക്ക് മുന്നിലേക്ക് എത്തി അത് മികച്ച രീതിയിൽ മാർക്കറ്റ് ചെയ്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു കളക്ഷൻ ഒടിയനെ സ്വന്തമാക്കാൻ കഴിഞ്ഞത്. ഹർത്താൽ കൂടി ഇല്ലായിരുന്നെങ്കിൽ ചിത്രത്തിനൊരു പോസിറ്റീവ് കിട്ടിയിരുന്നെങ്കിൽ സംഭവിക്കുക ഇതൊന്നുമല്ല. ഈ 12 കോടി നേടിയ ലിയോയ്ക്കാളും മുകളിൽ ഈ ചിത്രം ചിലപ്പോൾ വാരിക്കൂട്ടിയനെ ആദ്യ ദിനം ബോക്സ് ഓഫീസിൽ. ഒടിയൻ നേടിയത് 7.25 കോടിയാണ്. തൊട്ടു പിന്നിലെത്തിയത് മരക്കാർ അറബിക്കടലിലെ സിംഹം എന്ന മോഹൻലാൽ സിനിമയാണ്. അതിനും ഏറ്റവും വലിയ ഹൈപ്പാണ് ലഭിച്ചത്. മോഹൻലാലിന്റെ ഒരു ഗംഭീര സിനിമ, പ്രിയദർശനും മോഹൻലാൽ ഒന്നിക്കുന്നു, അങ്ങനെ ചില ഗംഭീര ഫാക്ടറുകൾ ആ ചിത്രത്തിനുണ്ടായിരുന്നു. 6.67 കോടിയാണ് മരക്കാർ ആദ്യ ദിനം സ്വന്തമാക്കിയത്. 5ാം സ്ഥാനത്ത് ബീസ്റ്റ് എന്ന വിജയ് ചിത്രമാണ്. വിജയുടെ നോർമൽ ഹൈപ്പാണ് ഈ ചിത്രത്തിനുണ്ടായിരുന്നത്. കൂടാതെ നെൽസൺ ദിലീപ് കുമാർ സംവിധാനം ചെയ്യുന്നു എന്ന പ്രത്യേകതയും. 6.60 കോടിയാണ് ഈ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും സ്വന്തമാക്കിയത്. 6ാമത് ലൂസിഫർ. പൃഥ്വിരാജിന്റെ സംവിധാനത്തിൽ മോഹൻലാൽ അഭിനയിക്കുന്നു എന്നത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈപ്പ്. 6.37 കോടിയാണ് ലൂസിഫർ ആദ്യ ദിനത്തിൽ സ്വന്തമാക്കിയത്. 7ാം സ്ഥാനത്താണ് പുഷ്പ 2 എന്ന ചിത്രം എത്തിയത്. 6.35 കോടിയാണ് പുഷ്പ 2 നേടിയത്. ലേറ്റസ്റ്റ് എൻട്രിയാണ് ടോപ്പ് 10ൽ. തൊട്ടു പിന്നിൽ 8ാം സ്ഥാനത്ത് ടർബോ എന്ന മമ്മൂട്ടി ചിത്രമാണ്. 6.15 കോടിയാണ് ടർബോ എന്ന ചിത്രം ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസിൽ നിന്നും നേടിയെടുത്തത്. ടർബോയ്ക്ക് വലിയ രീതിയിലുള്ള ഹൈപ്പ് ഉണ്ടായിരുന്നു. വൈശാഖിന്റെ മമ്മൂട്ടി ചിത്രം. കൂടാതെ മമ്മൂട്ടി നിരനിരയായ സക്സസ് നേടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇറങ്ങിയ ഒരു ആക്ഷൻ മാസ് സിനിമ എന്ന രീതിയിൽ വലിയ ഹൈപ്പ് നേടിയതുകൊണ്ട് തന്നെ 6.15 കോടി നേടാൻ സാധിച്ചു. 9ാം സ്ഥാനത്ത് സർക്കാർ എന്ന വിജയ് ചിത്രമാണ്. 6.1 കോടി നേടി. അതിനും വലിയ ഹൈപ്പായിരുന്നു ലഭിച്ചത്. 10ാം സ്ഥാനത്ത് ഭീഷ്മപർവ എന്ന ചിത്രം 5.
109 കോടിയാണ് സ്വന്തമാക്കിയത്. ഭീഷ്മപർവത്തിന്റെ ഹൈപ്പ് പറയേണ്ടതില്ലല്ലോ, അതുകൊണ്ട് തന്നെ അതും നേടി വലിയ കളക്ഷൻ. ഇങ്ങനെയാണ് ടോപ്പ് 10-ൽ കേരള ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ ആദ്യ ദിനത്തിൽ പണം നേടിയ ചിത്രങ്ങൾ. കൂടാതെ ഗംഭീര സിനിമകൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. അതും മോഹൻലാലിന്റെ വകയായിട്ട് ഗംഭീര ഹൈപ്പുള്ള ചിത്രങ്ങൾ വരുന്നുണ്ട്. ബോക്സ് ഓഫീസ് കണക്കുകളെ മാറ്റിമറിക്കാൻ ആ ചിത്രങ്ങൾക്ക് കഴിയും എന്നാണ് പറയുന്നത്. അതിന്റെ കാര്യങ്ങൾ നിൽക്കുമ്പോൾ തന്നെ മോഹൻലാൽ പല ഗംഭീര പ്രൊഡക്ഷൻ ഹൗസുകളുമായി മീറ്റിങ്ങുകളൊക്കെ നടത്തുന്നു. ഇതും ഹൈപ്പ് കൂട്ടാൻ ഇടയാകുകയാണ് എന്നത് കാണിച്ചു തരികയാണ് ഓരോ റിപ്പോർട്ടുകളും.